രാജാവിൻ്റെ ഓർഡർ അനുസരിച്ച് യാൻഷിങ് തൻ്റെ സൈന്യത്തോടൊപ്പം തലസ്ഥാന നഗരിയിലേക്ക് തിരികെ വരികയാണ്. യുദ്ധമൊക്കെ വിജയിച്ച് ഇങ്ങനെ വരുന്ന അവനെ കാണാനായിട്ട് റോഡിൻ്റെ ഇരുവശത്തും ഒരുപാട് ആളുകൾ തടിച്ചു കൂടിയിട്ടുണ്ട്. ഷാങ്ങുവിൻ്റെ വരവിൻ്റെ സമയത്ത് ഉണ്ടായിരുന്നതിൻ്റെ 4 ഇരട്ടി ആളുകൾ അവിടെ ഇപ്പോൾ ഉണ്ട്. യാൻഷിങ് അന്ന് ഷാങ്ങുവിനെ വെൽക്കം ചെയ്യാനായിട്ട് അവിടെ ഒരു ബിൽഡിങ്ങിന് മുകളിൽ വന്നിരുന്നത് പോലെ ഷാങ്ങുവും പാവുകളുടെയും സംഘത്തിൻ്റെയും ഒപ്പം അവിടെ ഒരു റൂഫ് ടോപ്പിൽ ഇടം പിടിച്ചിട്ടുണ്ട്. സോങ്യാൻ അവൻ്റെ ജോലിയിൽ ഇങ്ങനെ ഒരു കുഴപ്പം കാണിച്ചത് കാരണം അവനെ ജോലി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ അവൻ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ഇങ്ങനെ റോഡിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. ഇങ്ങനെ പോയത് കാരണം അവനിനി വേറൊരു ഒഫീഷ്യൽ സ്ഥാനത്തേക്കും എത്താൻ പറ്റാത്ത സ്ഥിതിയാണ്. അവനിങ്ങനെ നിരാശനായി അതുവഴി വരുന്ന സമയത്താണ് മാർക്കിസ് തൻ്റെ സൈന്യത്തോടൊപ്പം അങ്ങോട്ടേക്ക് വരുന്നത്. ആളുകളുടെ തെള്ളിനിടയിൽപ്പെട്ട് അവനും ആ കൂട്ടത്തിൽ വന്ന് ഈ കാഴ്ച കാണാനായി നിന്ന് പോകുന്നുണ്ട്. യാൻഷിങ് വരുന്ന സമയമായപ്പോൾ ഷാങ്യവും ബാവോ ഒഴികെയുള്ള 3 പേരും ജനാലക്കടുത്ത് നിന്ന് അവനെ നോക്കുന്നുണ്ട്. ബാവോ മാത്രം ഇതിൽ ഇത്ര കാണാനെന്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നിടത്ത് തന്നെ ഇരിക്കുകയാണ്. ഷാങ്യ അവിടെ ഇരിക്കുന്നത് യാൻഷിങ് കാണുന്നുണ്ട്. അവന് സന്തോഷമാവുന്നു. അവനിങ്ങനെ പോകുന്ന വഴിക്ക് ഇരുവശത്തുമുള്ള ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിൽക്കുന്ന പെൺകുട്ടികളൊക്കെ ഇവൻ്റെ നേർക്ക് ഇഷ്ടം അറിയിക്കാനായിട്ട് ഹാൻഡ് കർച്ചീഫ് വലിച്ചെറിയുന്നുണ്ടായിരുന്നു. പക്ഷേ അവൻ അതിൽ ഒരെണ്ണം പോലും കയ്യിലെടുക്കുന്നില്ല. ഷാങ്യ നിൽക്കുന്നതിൻ്റെ അടുത്തായി എത്തിയപ്പോൾ ഇവൻ കുറച്ച് സമയം കുതിര അവിടെ നിർത്തുന്നു. അവളെന്തെങ്കിലും എറിഞ്ഞു കൊടുക്കുന്നതിനായിരിക്കും അവനെങ്ങനെ വെയിറ്റ് ചെയ്യുന്നതെന്ന് കൂടെയുള്ളവർ പറഞ്ഞപ്പോൾ എറിയാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഷാങ്യ നോക്കുന്നു. അവളാണെങ്കിൽ ഹാൻഡ് കർച്ചീഫ് ഒന്നും കൊണ്ടുവന്നിരുന്നില്ല. പറ്റിയൊരു സാധനം ഞാൻ തരാമെന്ന് പറഞ്ഞ് ബാവോ അവിടെ ഇരിപ്പുണ്ടായിരുന്ന കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ട് എറിയാനായി തയ്യാറെടുക്കുന്നുണ്ട്. അവൻ്റെ കൂട്ടുകാരും അതേപോലെ ചെയ്യാൻ തുടങ്ങുന്നു. പക്ഷേ ഷാങ്യ അവരെയൊക്കെ വഴക്ക് പറഞ്ഞ് വിലക്കുന്നുണ്ട്. എന്നിട്ട് അവൾ കയ്യിലുണ്ടായിരുന്ന അവരുടെ ആ റിബൺ ഉണ്ടല്ലോ അത് എടുത്ത് അവൻ്റെ നേർക്കെറിയുന്നു. അത് കറക്റ്റ് യാൻഷിങ്ങിൻ്റെ കയ്യിൽ തന്നെ ചെന്ന് കിട്ടുന്നുണ്ട്. ഇത്രയും നേരം തങ്ങളൊക്കെ എറിഞ്ഞു കൊടുത്തിട്ടും മാർക്കിസ് ഇതുവരെ ആരുടെയും കയ്യിൽ നിന്ന് ഒന്നും മേടിച്ചില്ലല്ലോ. ഇതിപ്പോൾ ആരെറിഞ്ഞു കൊടുത്തതാണ് മാർക്കിസ് പിടിച്ചിരിക്കുന്നതെന്ന് അവിടെയുള്ള പെൺകുട്ടികളെല്ലാം നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ ഷാങ്യുവിനെ കാണുന്നു. അതോടെ മാർക്കിസും ഷാങ്യുവും തമ്മിൽ ഇഷ്ടത്തിലാണ് എന്ന് അവർ പെട്ടെന്ന് തന്നെ അവിടെ സ്പ്രെഡ് ആക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് അതിൽ സന്തോഷമാണ്. പക്ഷെ കുറച്ച് പേർക്ക് ഷാങ്യുവിനെ പോലെയുള്ള ഒരു ബച്ചർ ഗേളിന് മാർക്കിസിനെ പോലെ ഇത്ര നല്ല കുടുംബത്തിൽപ്പെട്ട ഒരാളെ വിവാഹം കഴിക്കാൻ എന്ത് യോഗ്യതയാണുള്ളതെന്ന് പറഞ്ഞ് എതിർക്കുന്നുണ്ട്. വേറെ കുറച്ച് പേർ ഷാങ്യുവിൻ്റെ പക്ഷത്താണ്. അവൾക്ക് മാർക്കിസിനെ വിവാഹം കഴിക്കാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ടെന്ന് പറഞ്ഞ് അവർ സപ്പോർട്ട് ചെയ്യുന്നു. വേറെ കൂട്ടിലാണെങ്കിൽ ഇത് രണ്ടിലും പെടാതെ അവർ തമ്മിൽ വിവാഹം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് വേണം, ഈ നാടിൻ്റെ സമാധാനമാണ് പ്രധാനം എന്ന് പറഞ്ഞ് 2 കൂട്ടരെയും വഴക്ക് പറയുന്നുണ്ട്. സോങ്യാൻ ഇതൊക്കെ കണ്ട് വിഷമിച്ച് ഒരു മൂലയ്ക്ക് പോയിരുന്ന് കരയുന്നുണ്ട്. യാൻഷിങ് സിറ്റിയിലേക്ക് തിരികെ വരുന്ന ദിവസം അവൻ്റെ അമ്മയുടെയും മെമ്മോറിയൽ ദിവസമാണ് എന്ന് മുമ്പ് സൂചിപ്പിച്ചിരുന്നല്ലോ. അന്നത്തെ ദിവസം അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മെമ്മോറിയൽ സ്ഥലത്തേക്ക് വെയ്യാൻ എത്തുന്നുണ്ട്. യാൻഷിങ്ങിൻ്റെ അമ്മയ്ക്ക് ഒസ്മാൻദാസ് കേക്ക് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് എല്ലാ മെമ്മോറിയൽ ദിവസങ്ങളിലും ഇവിടെ എത്തുമ്പോൾ വെയ്യാൻ അത് കൊണ്ടുവരാറുള്ളതാണ്. പക്ഷേ അന്ന് അതെടുത്തുകൊണ്ട് വരാൻ അയാൾ മറന്നുപോയി. അതിന് അവരോട് സോറി പറയുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് യാൻഷിങ് അങ്ങോട്ടേക്ക് എത്തുന്നത്. യാൻഷിങ് വന്നപ്പോഴേക്കും അവിടെ ചുറ്റും വെയ്യാൻ്റെ സൈനികർ ഒരു മുൻകരുതൽ എന്നോണം എന്തിനും തയ്യാറായി വന്നു നിൽക്കുന്നുണ്ട്. തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മരണത്തിന് കാരണക്കാരൻ വെയ്യാനാണ് എന്ന് യാൻഷിങ് ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ വർഷവും ഈ ദിവസം ഇങ്ങോട്ടേക്ക് വരുന്നത് അവരുടെ സമാധാനം കളയുന്നതിന് വേണ്ടിയിട്ടാണോ എന്ന് അവൻ അങ്കിളിനോട് ചോദിക്കുന്നു. കുറേ കാലത്തിന് ശേഷമാണല്ലോ ഇവർ തമ്മിൽ കാണുന്നത്. ഇന്ന് അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മെമ്മോറിയൽ ദിവസമല്ലേ. അതുകൊണ്ട് മറ്റൊരു ദിവസത്തേക്ക് നമ്മുടെ ഈ പ്രതികാരവും ചോദ്യം ചെയ്യലുമൊക്കെ നീക്കി വെക്കാം. തൽക്കാലം ഈ ചടങ്ങ് സമാധാനത്തോടെ പൂർത്തിയാക്കാമെന്ന് വെയ്യാൻ പറയുന്നു. അങ്ങനെ യാൻഷിങ്ങിനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിരിക്കുന്നുണ്ട്. വെയ്യാൻ്റെ കൂടെ ഉണ്ടായിരുന്ന അസിസ്റ്റൻ്റ് ഓർഡർ നൽകിയതനുസരിച്ച് അവിടെ തയ്യാറായി നിന്നിരുന്ന സൈനികരും പുറകിലേക്ക് മാറുന്നു. വെയ്യാൻ അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ആ കാവൽക്കാരെയൊക്കെ മാറ്റിയത് സ്വബോധത്തോടെ തന്നെയാണോ? ഞാൻ നിങ്ങളെ ഉപദ്രവിക്കുമെന്ന് നിങ്ങൾക്ക് പേടിയില്ലേ എന്ന് യാൻഷിങ് അയാളോട് ചോദിക്കുന്നു. എന്ത് പക വീട്ടാനാണെങ്കിലും ആദ്യം നിൻ്റെ അമ്മയുടെ മെമ്മോറിയൽ ചടങ്ങ് കഴിയട്ടെ, അതിനുശേഷം നമുക്ക് സംസാരിക്കാമെന്ന് വെയ്യാൻ പറഞ്ഞപ്പോൾ ഈ 17 വർഷങ്ങൾക്ക് ശേഷം അവസാനം നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരിയോട് കുറച്ച് സ്നേഹം തോന്നുന്നുണ്ടോ? 17 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് യുദ്ധത്തിന് സൈന്യവുമായി പോയ സമയത്ത് പകുതിക്ക് വെച്ച് തിരികെ വന്നപ്പോൾ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ജീവൻ അതുകൊണ്ട് നഷ്ടപ്പെടുമെന്ന് നിങ്ങൾക്കറിയില്ലായിരുന്നോ എന്നവൻ ചോദിക്കുന്നു. അന്ന് ഞാൻ അങ്ങനെ തിരികെ വന്നത് തലസ്ഥാന നഗരിയിൽ ഉണ്ടായ ഒരു റെബല്യൻ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം അല്ല എന്ന് വെയ്യാൻ അപ്പോൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ അമ്മയുടെ മുന്നിലിരുന്ന് അത് സത്യം ചെയ്ത് തരാമോ എന്ന് യാൻഷിങ് ചോദിക്കുന്നുണ്ട്. വെയ്യാൻ പക്ഷേ ഒന്ന് ചിരിച്ച് തള്ളുകയാണ് ചെയ്യുന്നത്. പിന്നെ അവനിങ്ങനെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളെല്ലാം പറഞ്ഞ സ്ഥിതിക്ക് തൻ്റെ മനസ്സിലുള്ള ചില കാര്യങ്ങൾ താനും പറയാമെന്ന് പറഞ്ഞിട്ട് വെയ്യാൻ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. അവൻ്റെ അച്ഛനും അമ്മയും മരിച്ച ശേഷം അവനെ ഇങ്ങനെ സ്വന്തം മകനെ പോലെ ഇത്രയും വളർത്തി വലുതാക്കിയത് അവൻ തൻ്റെ വംശക്കാർക്ക് വേണ്ടിയിട്ടും ഈ രാജ്യത്തിന് വേണ്ടിയിട്ടും ഗുണകരമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ടിപ്പോൾ തങ്ങളുടെ ശത്രുവിൻ്റെ മകളുമായിട്ട് അവൻ പ്രണയത്തിലായിരിക്കുകയാണല്ലോ. അവളുമായിട്ടുള്ള സകല ബന്ധവും അവസാനിപ്പിക്കണമെന്ന് വെയ്യാൻ അവനോട് ആവശ്യപ്പെടുന്നു. പക്ഷെ അത് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമാണുള്ളത്? അതും ഈ സ്ഥലത്ത് വെച്ച് എന്നോട് അങ്ങനെ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നതെന്ന് ചോദിച്ച് യാൻഷിങ് അതിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. 17 വർഷം ഞാൻ നിന്നെ വളർത്തിയില്ലേ, അതിൻ്റെ അധികാരം എനിക്ക് കാണിച്ചുകൂടെ എന്ന് വെയ്യാൻ ചോദിച്ചപ്പോൾ അതിനുള്ള അധികാരം അയാൾക്കുണ്ട് എന്ന് യാൻഷിങ് സമ്മതിച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ അവനിങ്ങനെ ഫാമിലി റൂൾസ് തെറ്റിച്ചത് കാരണം അവന് അവിടുത്തെ ഫാമിലി റൂൾ അനുസരിച്ചുള്ള പണിഷ്മെൻറ്റ് നൽകാൻ വെയ്യാൻ ഓർഡർ ഇടുന്നു.
108 അടിയാണ് പണിഷ്മെൻ്റ് എന്നും പറയുന്നുണ്ട്. ആ 108 അടിയും ഏൽക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ അതിനുശേഷം നിങ്ങൾ എന്നെ വളർത്തിയതിൻ്റെ കണക്കും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരരുതെന്ന് പറഞ്ഞ് യാൻഷിങ് അടി കൊള്ളാൻ തയ്യാറായിട്ട് അവിടെ ഇരിക്കുന്നു. അവൻ ധരിച്ചിരുന്ന ബ്ലാങ്കറ്റൊക്കെ അവനെടുത്ത് മാറ്റുന്നുണ്ട്. വെയ്യാൻ തന്നെയാണ് ശിക്ഷ നടപ്പാക്കിയത്. കുറേ ആയപ്പോൾ യാൻഷിങ്ങിൻ്റെ പുറമൊക്കെ മുറിഞ്ഞ് ചോര വരുന്നുണ്ടെങ്കിലും അയാൾ നിർത്തുന്നില്ല. അടിയുടെ എണ്ണം തീരാറായപ്പോഴേക്കും വെയ്യാൻ്റെയും സൈനികർ മുമ്പത്തെ പോലെ ആ സ്ഥലത്തിന് ചുറ്റുമായി വന്ന് നിൽക്കുന്നുണ്ട്. യാൻഷിങ് അങ്ങനെ തിരിച്ച് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ നേരിടാൻ തയ്യാറെടുത്താണ് അവരുടെ നിൽപ്പ്. പക്ഷേ യാൻഷിങ്ങിൻ്റെ അവസ്ഥ ആടിയിട്ട് കഴിഞ്ഞപ്പോഴേക്കും വളരെ മോശമായിരുന്നു. അവന് അവിടെ നിന്ന് എഴുന്നേക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ആ ഒരു സമയത്ത് മുന്നിൽ അവൻ്റെ അമ്മ വന്ന് നിൽക്കുന്നത് പോലെ അവന് ഫീൽ ചെയ്യുന്നു. അമ്മ അടുത്ത് വന്ന് തന്നെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നത് പോലെയും അവന് തോന്നുന്നുണ്ട്. പിന്നെയാണ് അടുത്ത് വന്നിരിക്കുന്നത് ഷാങ്യു ആണ് എന്ന് അവൻ തിരിച്ചറിയുന്നത്. നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്? നീ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു എന്ന് യാൻഷിങ് അവളോട് പറയുന്നു. ഞാൻ ശരിക്കും ഇങ്ങോട്ട് വരാൻ പാടില്ലാത്തതാണ്. പക്ഷെ നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്? നിന്റെ അങ്കിൾ ഇവിടെ കാണുമെന്ന് എനിക്ക് അറിയാമായിരുന്നല്ലേ. നീ എന്തിനാണ് ഇങ്ങനെ മനസ്സോടെ ഈ അടികളെല്ലാം വാങ്ങിയത് എന്നൊക്കെ ഷാങ്യു വിഷമത്തോടെ ചോദിക്കുന്നു. ഇവളിങ്ങനെ അങ്ങോട്ടേക്ക് കയറി വന്നത് നിയമത്തിനെതിരാണ് എന്ന് പറഞ്ഞ് വെയ്യാൻ അവൾക്ക് എതിരായിട്ട് തിരിയുന്നുണ്ട്. ഞാൻ യാൻഷിങ്ങിൻ്റെ വൈഫാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതിൽ എന്താണ് തെറ്റെന്ന് ഷാങ്യു ചോദിക്കുന്നു. ആ വിവാഹം ഞങ്ങളാരും അംഗീകരിച്ചിട്ടില്ല. പേരൻസിൻ്റെ സമ്മതമില്ലാതെയും മാച്ച് മേക്കർ ഇല്ലാതെയും ഒക്കെ നടക്കുന്ന വിവാഹം വാലിഡല്ല. പിന്നെ ശരിക്കുള്ള വിവാഹ ചടങ്ങുകളൊന്നും പൂർത്തിയാക്കിയില്ലല്ലോ. അവൻ അന്ന് എന്നോട് പറഞ്ഞ പേരും ശരിയല്ല. പിന്നെ ഇതെങ്ങനെ ശരിക്കുള്ള വിവാഹമായും? അത് വെറും ഫേക്കാണ് എന്ന് വെയ്യാൻ പറയുന്നു. നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ 108 അടി ഞാൻ കൊണ്ടുകഴിഞ്ഞു. ഇനി എൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ല. ആരെ വിവാഹം കഴിക്കണമെന്നൊക്കെ ഞാനാണ് തീരുമാനിക്കുന്നത്. ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ തന്നെ ഞാൻ സമ്മതിച്ചാൽ മാത്രമേ അതിന് വാലിഡിറ്റി ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ യാൻഷിങ് ഈ സമയം പറയുന്നുണ്ട്. ഷാങ്യു അവനെയും കൊണ്ട് വേഗം തന്നെ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അവൻ അവളോട് അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ ഷാങ്യുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഇവൾ ലിനാൻ ഗ്രാമത്തിലുള്ള ഒരു സാധാരണ പെൺകുട്ടിയാണ്. പക്ഷേ എൻ്റെ ജീവിതം ഒരു നിർണായക ഘട്ടത്തിലായിരുന്ന സമയത്ത് എൻ്റെ ജീവൻ രക്ഷിച്ചത് ഇവളാണ്. ഇത്രയും കാലം ഞാൻ ജീവിക്കുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ട് എന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. ഇവളെ കണ്ടുമുട്ടിയതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ ജീവിതത്തിലെ പ്രണയം ഇവൾ മാത്രമായിരിക്കുമെന്ന് ഞാനിപ്പോൾ നിങ്ങളെ അറിയിക്കുകയാണ്. മരണത്തിന് മാത്രമേ ഞങ്ങളെ വേർപിരിക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ യാൻഷിങ് അവരുടെ മുന്നിലിരുന്ന് പറയുന്നുണ്ട്. ഷാങ്യു ഇതൊക്കെ കേട്ട് കരയുന്നുണ്ട്. പിന്നെ അവർ രണ്ടുപേരും കൂടി അവർക്ക് മുന്നിൽ റെസ്പെക്റ്റ് കാണിക്കുന്നുണ്ട്. വെയ്യാൻ അവിടെ നിന്ന് ഇതൊക്കെ കേൾക്കുകയാണല്ലോ. യാൻഷിങ് അവസാനം പറഞ്ഞ വാക്കുകൾ അയാളുടെ മനസ്സിൽ എന്തോ പഴയ ഓർമ്മകൾ കൊണ്ടുവരുന്നുണ്ട്. ഈ സമയത്താണ് അയാളുടെ വൈഫ് അങ്ങോട്ടേക്ക് വന്നത്. യാൻഷിങ്ങിനെ ആ അവസ്ഥയിൽ കണ്ടുകൊണ്ട് അവർ ഓടി അടുത്ത് നിന്ന് എന്ത് പറ്റിയെന്നൊക്കെ അന്വേഷിക്കുന്നു. ഇത് തൻ്റെ ആൻറ്റിയാണ് എന്ന് പറഞ്ഞ് യാൻഷിങ് അവരെ ഷാങ്യുവിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. തിരിച്ച് അവളെ തൻ്റെ വൈഫാണ് എന്ന് പറഞ്ഞ് അവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഇത്രയും ആയപ്പോൾ അവിടെ നിൽപ്പുണ്ടായിരുന്ന സൈനികരോട് പിറകിലേക്ക് പോകാനായിട്ട് വെയ്യാൻ്റെ അസിസ്റ്റന്റ് ഓർഡർ നൽകുന്നു. ആൻറ്റി ഷാങ്യുവിനെ പറ്റി ഇതിന് മുമ്പ് കേട്ടിട്ടുണ്ടായിരുന്നു. അവളെ നേരിട്ട് കാണാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷമൊക്കെ പ്രകടിപ്പിച്ചിട്ട് യാൻഷിങ്ങിനെ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യാൻ അവർ പറയുന്നു. അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അവൾക്കൊപ്പം പറഞ്ഞയക്കുകയും ചെയ്യുന്നുണ്ട്. അവരങ്ങനെ അങ്ങോട്ടേക്ക് വരുന്ന പതിവില്ല. പിന്നെ ഇന്ന് എന്താണ് പതിവില്ലാതെ അങ്ങോട്ടേക്ക് വന്നതെന്ന് വെയ്യാൻ അവരോട് ചോദിക്കുന്നു. അയാൾ അവിടേക്ക് കൊണ്ടുവരാനായി എടുത്തു വെച്ചിരുന്ന ഓസ്മാന്തസ് കേക്ക് എടുക്കാതെ വന്നത് അവർ കണ്ടിരുന്നു. എല്ലാ വർഷവും സഹോദരിക്ക് പ്രിയപ്പെട്ട കേക്കുകൾ അയാൾ കൊണ്ടുവരാറുള്ളതാണല്ലോ. അതുകൊണ്ട് ഇന്നത് കൊണ്ടുവന്നില്ലെങ്കിൽ നഷ്ടമായി പോകുമെന്ന് തോന്നി അവർ തന്നെ അതുമായിട്ട് നേരിട്ട് വന്നതാണ്. ആ കേക്ക് കയ്യിലെടുത്തപ്പോൾ മുമ്പൊരു തവണ സഹോദരിക്ക് അതേപോലെയുള്ള കേക്ക് സമ്മാനമായി കൊണ്ടു കൊടുത്തതാണ് വെയ്യാൻ ഓർമ്മ വരുന്നത്. അന്ന് ആ കേക്ക് വെച്ചുകൊണ്ട് പോകാനുള്ള ബോക്സ് വെയ്യാൻ തനിയെ ഉണ്ടാക്കിയതായിരുന്നു. അതുണ്ടാക്കുന്ന സമയത്ത് അയാളുടെ കയ്യിൽ ചെറിയ മുറിവുകളൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇത് കൊണ്ടു കൊടുക്കുന്ന സമയത്ത് യാൻഷിങ്ങിൻ്റെ അമ്മ അത് ശ്രദ്ധിക്കുകയും തനിക്ക് വേണ്ടി ഇത്ര വിലപിടിപ്പുള്ള സമ്മാനമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് തരുന്നതിന് അദ്ദേഹത്തിന് നന്ദി പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വെയ്യാന് സഹോദരിയോട് അത്രയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ അവരുടെ മെമ്മോറിയൽ ടേബിളിന് മുന്നിലായിട്ട് വെയ്യാൻ അത് കൊണ്ടുവയ്ക്കുന്നുണ്ട്. യാൻഷിങ്ങും ഷാങ്യുവും കണ്ടിട്ട് നല്ല മാച്ചാണ്. എന്തായാലും അവൻ ഇങ്ങനെ ഒരു ഭാര്യയെ കിട്ടിയതിൽ ഇവരുടെ ആത്മാവ് ഉറപ്പായും സന്തോഷിക്കുമെന്ന് വെയ്യാൻ്റെ വൈഫ് ഈ സമയം അവിടെ ചെന്ന് പറയുന്നുണ്ട്. ഷിയാൻ വീണ്ടും ഷിയുടെ പിടിയിലായെങ്കിലും അവൾ സർവൈവ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. തൻ്റെ ഉള്ളിലെ പേടിയൊന്നും പുറത്തു കാണിക്കാതെ അവൻ്റെ ഒപ്പം കുഴപ്പമൊന്നുമില്ലാത്ത പോലെയാണ് അവളിപ്പോൾ കഴിയുന്നത്. അന്ന് തൻ്റെ നാട്ടിലുള്ളവർ കളിക്കുന്നതാണ് എന്ന് പറഞ്ഞ് അവളൊരു കളി അവൻ്റെ ഒപ്പം കളിക്കുന്നുണ്ട്. റോക്ക് പേപ്പർ സിസ്റ്റേഴ്സ് പോലെയുള്ള ഒരു കളിയാണിത്. കളിയിൽ തോൽക്കുമ്പോൾ തോൽക്കുന്നയാൾ വൈൻ കുടിക്കണം. അതാണ് അതിൻ്റെ ഒരു റൂള്. അങ്ങനെ ഓരോ തവണയും ഷിയാൻ അവനെ തോൽപ്പിച്ച് അവനെ കൊണ്ട് വൈൻ കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് അവനൊരു കത്ത് വരുന്നത്. ഷിയാൻ അവിടെ ഇരിക്കുന്നതുകൊണ്ട് അത് കൊണ്ടുവന്നയാൾ ആദ്യം കൊടുക്കാൻ പഠിക്കുന്നുണ്ടെങ്കിലും അവൾ അന്യല്ല എന്ന് പറഞ്ഞ് അവനത് അവളുടെ മുന്നിൽ വെച്ച് തന്നെ വാങ്ങി നോക്കുന്നു. യാൻഷിങ്ങും വെയ്യാനും തമ്മിൽ ഇങ്ങനെ വഴക്ക് നടന്നതിനെ കുറിച്ചായിരുന്നു അതിലുണ്ടായിരുന്നത്. എന്തായാലും അതറിഞ്ഞപ്പോൾ ഷീക്ക് സന്തോഷമാവുന്നുണ്ട്. ഇനിയിപ്പോൾ അവർക്കെതിരെ നമുക്ക് അടിക്കാനുള്ള സമയമായി എന്ന് അവൻ പറയുന്നു. എന്നിട്ട് ഷിയാനെ ഒരു സർപ്രൈസ് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അവിടെ അവൻ ഒരു എംപ്രസിൻ്റെ കിരീടവും വസ്ത്രവും ഒക്കെ അവൾക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ രാജാവായി കഴിയുമ്പോൾ നിന്നെ എൻ്റെ രാജ്ഞിയാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നീ ഈ ലോകം ഭരിക്കാനായി എനിക്കൊപ്പം നിൽക്കുമോ എന്നൊക്കെ അവൻ അവളോട് ചോദിക്കുന്നുണ്ട്. ഞാൻ രാജ്ഞിയായി എന്ന് പറഞ്ഞാൽ എന്താണ് വ്യത്യാസം? നിനക്ക് നിൻ്റെ കൂടെ ബെഡ് ഷെയർ ചെയ്യാൻ ഒരാളെ വേണം, അല്ലാതെ എനിക്ക് എന്ത് പ്രാധാന്യമാണുള്ളതെന്ന് ചോദിച്ച് ഷിയാൻ അതിൽ താല്പര്യമില്ലാത്ത പോലെ അവിടെ നിന്ന് പിണങ്ങി പോകുന്നുണ്ട്. അവൻ അവളെ പിടിച്ചു നിർത്തിയിട്ട്
നിനക്കതൊന്നും ഇഷ്ടമായില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ ഇഷ്ടവും ഇഷ്ടക്കേടുമൊക്കെ ഇനി എന്തെങ്കിലും പ്രാധാന്യം ഉണ്ടോ എന്ന് അവൾ ചോദിച്ചപ്പോൾ, നീ എന്നോട് ഇനി ആരെയും കൊല്ലരുതെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാനിപ്പോൾ ആരെയും കൊല്ലുന്നില്ല. ബാവറെ ഇനി ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞു, ഇനി അവനെ ഉപദ്രവിക്കില്ല എന്ന് ഞാൻ നിനക്ക് ഉറപ്പ് വന്നു. ഇനി നീ എന്നോടൊപ്പം മനസ്സോടെ എൻ്റെ രാജ്ഞിയാവുന്നതിന് വേണ്ടി ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് അവൻ ചോദിക്കുന്നു. ഷിയാൻഷിയാൻ അവൻ്റെ പിടിവിട്ട് അവിടെ ഒരിടത്ത് പോയി ഇരുന്നിട്ട് എൻ്റെ മുന്നിൽ വന്ന് മുട്ടുകുത്തി എന്നോട് അപേക്ഷിക്കാൻ പറയുന്നു. ഇവിടുത്തെ രാജാവാകാൻ പോകുന്ന എന്നോടാണോ നീ നിൻ്റെ മുന്നിൽ മുട്ടുകുത്തിയിരിക്കാൻ പറയുന്നതെന്ന് അവൻ വിശ്വാസം വരാത്ത പോലെ ചോദിക്കുന്നുണ്ട്. എന്താ നിനക്ക് സമ്മതമല്ലെന്നാണോ പറയുന്നതെന്ന് ഷിയാൻഷിയാൻ ചോദിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ സെർവൻസിനോട് അവിടെ നിന്ന് പുറത്തു പോകാൻ അവൻ പറയുന്നു. എന്നിട്ട് അവർ പോയി കഴിഞ്ഞപ്പോൾ അവൻ അവളുടെ മുന്നിലേക്ക് വന്ന് മുട്ടുകുത്തിയിരുന്ന് എൻ്റെ രാജ്ഞിയാകുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് എന്ന് അവൾ അവൻ്റെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് പറയുന്നു. അതിനി അധികം കാത്തിരിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞ് അവൻ അവളെ കിസ് ചെയ്യുന്നുണ്ട്. ഷിയാൻഷിയാൻ അവൻ്റെ കണ്ണ് ഒരു തുണി കൊണ്ട് മറച്ചിട്ട് അവൻ്റെ മുഖത്തും കഴുത്തിലുമൊക്കെ കിസ് ചെയ്ത് താഴോട്ട് വന്ന് കഴുത്തിൽ കിടപ്പുണ്ടായിരുന്ന ആ ടൈഗർ ടാലി കടിച്ചെടുക്കുന്നു. പക്ഷെ അതെടുത്തപ്പോൾ അവൻ മുഖത്ത് തുണി മാറ്റിയിട്ട് നീ എന്താ തമാശ കാണിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവളത് പിടിവിടുന്നു. എന്നിട്ട് വീണ്ടും അവനെ കിസ് ചെയ്യുന്നുണ്ട്. യാൻഷിങ്ങിനെ ഷാങ്യു ഈ സമയം അവൻ്റെ വീട്ടിലെത്തിക്കുന്നുണ്ട്. അവിടെ കാത്തിരിപ്പുണ്ടായിരുന്ന ഷിയയൊക്കെ അവൻ്റെ എന്ത് പറ്റിയ നമ്പരപ്പോടെ അവനെ അകത്തേക്ക് കൊണ്ടുപോകുന്നു. രാത്രി മുഴുവൻ ഷാങ്യു തന്നെ അവൻ്റെ അടുത്ത് കൂട്ടിരിക്കുന്നുണ്ട്. വേറെ സെർവൻറ്റ് വന്നിട്ട് അവൾക്ക് വേണമെങ്കിൽ റെസ്റ്റ് എടുത്തോളാനൊക്കെ പറയുന്നുണ്ടെങ്കിലും അവൾ അവിടെ നിന്ന് മാറാതെ അവൻ്റെ കൂടെ തന്നെ ഇരിക്കുന്നു. യാൻഷൻ നല്ല ആവശ്യമാണെങ്കിലും അവൻ ഇതുവരെ ഉറങ്ങിയിട്ടില്ല. അവിടെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനിപ്പോൾ ഇങ്ങനെ 108 അടി വാങ്ങിയ സ്ഥിതിക്ക് ഇനി ആരുടെയും എതിർപ്പില്ലാതെ എനിക്ക് നിന്നെ വിവാഹം കഴിക്കാമല്ലോ എന്ന് അവൻ പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ ഷാങ്യുവിന് വിഷമം വരുന്നു. അവൾ കരഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിൽ പിടിച്ചിട്ട് നീ എല്ലാം നന്നായി ആലോചിച്ച് തീരുമാനിച്ചതാണെന്ന് തോന്നല്ലോ എന്ന് പറയുന്നുണ്ട്. ഇനിയെങ്കിലും അവളെ തൻ്റെ വൈഫാക്കാൻ അവൾ സമ്മതിക്കുമോ എന്ന് അവൻ അവളോട് ചോദിക്കുന്നു. ഇനി അങ്ങനെ ഒരു ചടങ്ങിൻ്റെ ആവശ്യമുണ്ടോ? നീ എന്നെ എൻ്റെ സ്വന്തമായി കഴിഞ്ഞതല്ലേ എന്ന് അവൾ അവൻ്റെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നു. ഷീ നല്ല ഉറക്കമായി കഴിഞ്ഞപ്പോൾ ഷിയാൻ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു കത്തിയെടുത്ത് അവനെ കൊല്ലാനായി ഒരുങ്ങുന്നുണ്ട്. പക്ഷെ ആ കത്തി അവൻ്റെ അടുത്തെത്തിയ സമയത്ത് അവൻ ഉറക്കത്തിൽ തന്നെ അമ്മയെ വിളിച്ച് കരയുന്നത് അവൾ കേൾക്കുന്നു. അത് കണ്ടപ്പോൾ അവൾക്ക് പിന്നെയും സഹതാപം തോന്നുന്നുണ്ട്. അങ്ങനെ അവൾ കത്തി മാറ്റി അവൾ ആ ടൈഗർ ടാലി അവൻ്റെ കഴുത്തിൽ നിന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അവൾ അതൊരു ബോക്സിലാക്കിയിട്ട് അതുമായി പുറത്ത് കാത്തു നിൽപ്പുണ്ടായിരുന്ന അവളുടെ ആ വിശ്വസ്തയായ സർവൻറ്റിന് കുറേ പണം നൽകിയിട്ട് നിനക്ക് ജീവിതകാലം മുഴുവൻ സുഖമായി ജീവിക്കുന്നതിന് ഇത് മതി, നീ ഈ ബോക്സ് എങ്ങനെയെങ്കിലും സേഫായിട്ട് ഷാങ്കുവിൻ്റെ വീട്ടിലെത്തിച്ച ശേഷം ഈ നാട് തന്നെ വിട്ട് പോയിക്കോളാൻ പറയുന്നു. അവൾ തനിക്കിപ്പം വരുന്നില്ല എന്ന് ആ സെർവൻറ്റ് ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ നിന്ന് രക്ഷപ്പെട്ട് വന്നാലും അവൻ പിന്നെയും എന്നെ പിടികൂടിക്കൊണ്ട് വരും. മാത്രമല്ല ഈ സ്ഥലത്തിന് ചുറ്റും ശക്തമായ കാവലുണ്ട്. ഞാനിവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അത് കൂടുതൽ ആളുകളുടെ മരണത്തിലേക്ക് എത്തിക്കുകയുള്ളൂ. അതുകൊണ്ട് തൽക്കാലം നീ തനിയെ രക്ഷപ്പെട്ടോളാൻ അവൾ പറയുന്നു. ആ സെർവൻറ്റ് പോയ ശേഷം അവൾ തിരികെ ഷീയുടെ അടുത്തേക്ക് തന്നെ പോകുന്നുണ്ട്. യാൻഷൻ അടുത്ത ദിവസം രാവിലെ ഉണർന്നപ്പോൾ ഷാങ്യോ അവൻ്റെ ബെഡിലേക്ക് കണ്ട് തലവെച്ച് അവിടെ ഇരുന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. അവളെ ഉണർത്താതെ അവൻ നെറ്റിയിലൊന്ന് തലോടിയിട്ട് ഒന്ന് ഉമ്മ വയ്ക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും അവൾ ഉണരുന്നു. എനിക്ക് രാത്രി മുഴുവൻ അങ്ങനെ അവിടെ കൂട്ടിരുന്നതിന് അവൻ അവൾക്ക് നന്ദി പറയുന്നുണ്ട്. നീ എനിക്ക് വേണ്ടിയല്ലേ ആ അടിയെല്ലാം മേടിച്ച് കൂട്ടിയത്, എന്നിട്ട് ഞാനിവിടെ ഇരുന്നില്ലെങ്കിൽ പിന്നെ ആരാണ് ഇരിക്കുന്നതെന്ന് ഷാങ്യോ ചോദിക്കുന്നു. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ അമ്മ നൽകിയ ആ ഒസ്മാന്തസ് കേക്ക് കഴിക്കാനായി മാറി നിന്നതുകൊണ്ടാണ് അമ്മ എന്നെ അങ്ങനെ ജീവൻ ഒടുക്കിയത് എന്നാണ്. അതുകൊണ്ട് എനിക്ക് എന്നോട് തന്നെ നല്ല ദേഷ്യമായിരുന്നു. പിന്നെ അച്ഛൻ്റെ അമ്മയുടെയും മരണത്തിനെയും പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ശത്രുക്കളെ ആക്രമിച്ച് കീഴടക്കിയതും മാർക്കിസ് എന്ന സ്ഥാനത്തേക്ക് എത്തിയതുമൊക്കെ. അങ്ങനെ അത്രയൊക്കെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെങ്കിലും ഇപ്പോഴും ഒസ്മാന്തസിൻ്റെ മണം വരുമ്പോൾ ഞാൻ ആ പഴയ കുട്ടിയാവും. അമ്മയുടെ തൂങ്ങിയാടുന്ന ശരീരമാണ് അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരിക എന്നൊക്കെ അവൻ കരഞ്ഞുകൊണ്ട് പറയുന്നു. ഷാങ്യോ അവനെ കെട്ടിപ്പിടിച്ച് ഇനിയിപ്പോൾ നിനക്ക് ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. യാൻഷിങ്ങിന് അത് കേട്ടപ്പോൾ കുറച്ച് സന്തോഷമാവുന്നുണ്ട്. അവനവളെ പിടിച്ച് നേരെ എത്തിയിട്ട് നീ എന്നാൽ ലിനാലിൽ നിന്ന് എന്നെ അന്വേഷിച്ചിറങ്ങിയ ശേഷം നിന്നെ ഞാൻ ഒരുപാട് മുറിവുകളോടെ കണ്ടെത്തിയില്ലേ, ആ സമയത്ത് നിന്നെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നി. എൻ്റെ പ്രതികാരമൊക്കെ മതിയാക്കിയിട്ട് നിനക്ക് വേണ്ടി ജീവിച്ചാലോ എന്ന് ഞാൻ അപ്പോൾ ചിന്തിച്ചതാണ്. പക്ഷേ പിന്നീട് എൻ്റെ അച്ഛൻ്റെ മുഖം ഓർമ്മ വന്നപ്പോൾ എനിക്കതിന് സാധിച്ചില്ല. അച്ഛൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന 67 മുറിവുകളുടെ അടയാളങ്ങളും അച്ഛൻ്റെ അന്നത്തെ കിടപ്പുമൊക്കെ ആലോചിച്ചപ്പോൾ എനിക്ക് അങ്ങനെ പ്രതികാരം അവസാനിപ്പിക്കാൻ മനസ്സ് വന്നില്ല എന്നൊക്കെ അവൻ സ്വയം കുറ്റപ്പെടുത്തുന്ന പോലെ പറയുന്നു. ഞാനിതിനൊന്നും നിന്നെ കുറ്റപ്പെടുത്തുകയില്ല. വെയ്യാൻ നിൻ്റെ അങ്കിളാണ്. നിന്നെ കഴിഞ്ഞ 10-17 വർഷങ്ങളായിട്ട് വളർത്തിയിരുന്ന ആളുമാണ്. പക്ഷെ അദ്ദേഹം കാണിച്ച ആ ദയയ്ക്ക് നീ ഇപ്പോൾ തന്നെ പകരം നൽകി കഴിഞ്ഞു. ഇനി നിനക്ക് പ്രതികാരം ചെയ്യാനുള്ള സമയമായിരിക്കുന്നു. മറ്റുള്ളവർ ചെയ്ത തെറ്റിന് നമ്മൾ നമ്മളെ തന്നെ ശിക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് നീ ഇതൊന്നും ചിന്തിച്ച് വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് അവൾ അവനെ സമാധാനിപ്പിക്കുന്നു. അവൾ പറയുന്നത് എന്താണെന്ന് മനസ്സിലായെന്ന് ഞാൻ ചെങ്ങളുടെ കയ്യിൽ ഒന്നും വെച്ചുകൊണ്ട് പറയുന്നുണ്ട്. 3 ദിവസം കഴിയുമ്പോൾ കൊട്ടാരത്തിൽ ഒരു വിരുന്ന് നടക്കുന്നുണ്ട്. അന്ന് ഞാൻ നേരിട്ട് കൊട്ടാരത്തിൽ പോയിട്ട് കോൾഡ് പാലസിലുള്ള എല്ലാ സത്യങ്ങളും അറിയാവുന്ന ആ സെർവൻറ്റിനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരും എന്നവൻ പറയുന്നു. താനും അവനെ ഹെൽപ്പ് ചെയ്യാമെന്ന് ഷാങ്യോ സമ്മതിക്കുന്നുണ്ട്. അപ്പോഴാണ് ഷി ഫാൽക്കൺ കൊണ്ടുവന്നൊരു മെസ്സേജുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. വെയ്യാന് മുമ്പ് കൊട്ടാരത്തിലെ ഒരു കൺസോർട്ടുമായിട്ട് അഫെയർ ഉണ്ടായിരുന്നുവെന്നായിരുന്നു അതിൽ എഴുതിയിരുന്നത്. വെയ്യാനും ഈ സമയം തൻ്റെ ആ പഴയ പ്രണയത്തെ പറ്റി ചിന്തിക്കുകയായിരുന്നു. യാൻഷിന്ന് ഷാങ്യുവിനെ അവൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും മെമ്മോറിയൽ സ്ഥലത്തിന് മുന്നിലിരുത്തി ഇവളാണ് എൻ്റെ ഈ ജീവിതത്തിലെ പ്രണയം, മരണത്തിനല്ലാതെ ഞങ്ങളെ തമ്മിൽ പിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ വെയ്യാൻ്റെ മനസ്സിലേക്ക് എന്തോ വന്നിരുന്നല്ലോ. അത്
അയാളുടെ ചെറുപ്പത്തിലുണ്ടായിരുന്ന ഈ ലവ് അഫെയറിനെ കുറിച്ചായിരുന്നു. ഷിറോങ്ങിൻ എന്നൊരു പെൺകുട്ടിയായിരുന്നു അത്. ഇവർ തമ്മിൽ എപ്പോഴും കാണാറില്ലായിരുന്നെങ്കിലും അവൾ മിക്കവാറും വെയ്യാന് കത്തുകൾ അയക്കുമായിരുന്നു. അതിൽ മരണത്തിന് മാത്രമേ നമ്മെ പിരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് അവൾ മിക്കവാറും എഴുതാറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ വാക്കുകൾ കേട്ടപ്പോൾ അയാൾക്ക് അവരുടെ ഓർമ്മ വന്നത്. അങ്ങനെ ഒരു തവണ അയാൾ കഴിച്ച കത്തിലാണ് രാജാവ് തന്നെ കൺസോർട്ടായി സെലക്ട് ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ട് കൊട്ടാരത്തിലേക്ക് പോവേണ്ടി വരികയാണ്, തങ്ങളുടെ ബന്ധം ഇവിടെ വെച്ച് തീരുകയാണ് എന്നൊക്കെ പറഞ്ഞ് റോങ്യാൻ അവന് കത്തയച്ചത്. അങ്ങനെയാണ് ഇവർ തമ്മിൽ പിരിയുന്നതും. ഇതൊക്കെ ഓർത്ത് വെയ്യാൻ ഇപ്പോൾ വിഷമിച്ചിരിക്കുന്നുണ്ട്. ലീഹോൻ കുറേ ദിവസങ്ങളായിട്ട് അവൻ്റെ റൂമിൽ നിന്ന് പുറത്തൊന്നും ഇറങ്ങുന്നില്ലായിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് മുത്തശ്ശൻ്റെ റൂമിനടുത്തെത്തിയപ്പോൾ മുത്തശ്ശൻ്റെ സുഖമില്ലാത്തതുപോലെ അകത്ത് നിന്ന് ചുമയും തുമ്മലൊക്കെ കേൾക്കുന്നു. അങ്ങനെ അവൻ അകത്തേക്ക് നിന്ന് നോക്കുന്നുണ്ട്. പക്ഷേ മുത്തശ്ശൻ്റെ അടുത്തെത്തിയപ്പോൾ പെട്ടെന്ന് മുത്തശ്ശൻ അവൻ്റെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട്. അപ്പോഴാണ് അവനിതൊരു ട്രാപ്പാണെന്ന് മനസ്സിലാകുന്നത്. ആ മുറിയിൽ തന്നെ ഒളിച്ചിരിപ്പുണ്ടായിരുന്ന ലീ ഹൊയ്ഷാനും ഈ സമയത്ത് അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥമെന്ന് ലീ ചോദിച്ചപ്പോൾ കൊട്ടാരത്തിലെ വിരുന്ന് കഴിയുമ്പോൾ നിനക്കതൊക്കെ മനസ്സിലായിക്കോളുമെന്ന് ലീ ഹൊയ്ഷാൻ പറയുന്നു. എന്നിട്ട് അവനെ പിടിച്ച് തടവിലാക്കാനും പറയുന്നുണ്ട്. മുത്തശ്ശൻ പറയുന്നത് പോലെ ഷീയെ സപ്പോർട്ട് ചെയ്യാൻ ലീ തയ്യാറാവാത്തത് കൊണ്ടാണ് അവനെ ഇങ്ങനെ തടവിലാക്കുന്നത്. അവൻ്റെ കയ്യിലെ കുഴപ്പം എന്താണെന്നൊക്കെ മുത്തശ്ശൻ കുറേ പ്രസംഗം നടത്തുന്നുണ്ട്. എന്നിട്ട് തൻ്റെ അനുവാദമില്ലാതെ അവനെ അവിടെ നിന്ന് പുറത്ത് വിടരുതെന്ന് അവിടെ ഉണ്ടായിരുന്നവരോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു.